ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിലമ്പൂരിൽ. അവിടെ ആര് വിജയിക്കുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. LDFും UDFും തമ്മിലുള്ള അവസാന ഘട്ടത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ ഇനി വരുന്നത്. അത് അവിടെ LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന പോരാട്ടമാണ്. കാരണം LDFിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സീറ്റാണത്. അതായത് PV അൻവർ പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി നിയമസഭാംഗത്വം രാജിവെച്ചു. അൻവർ മത്സരിക്കുന്നില്ല. പക്ഷേ അൻവർ മുമ്പോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി ജോയിയാണ്. അവിടെ UDFിൻ്റെ വിജയമുണ്ടായാൽ അൻവറിന് UDFിലേക്കുള്ള പ്രവേശവും ഉറപ്പായി. UDFിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് തിരികെ കിട്ടിയാൽ അതൊരു വലിയ വിജയവുമാണ്. അപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രകടമാവുകയും ചെയ്യും. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യും എന്നും UDF കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അവിടെ ചില കലഹമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണല്ലോ ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിൻ്റെ അത്രയൊന്നും അംഗീകാരം ഷൗക്കത്തിന് കിട്ടണമെന്നില്ല. ഷൗക്കത്ത് നിന്ന് പരാജയപ്പെട്ടിട്ടുമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു മതേതര സ്വഭാവമാണ്. ലീഗുമായിട്ട് പോലും പോരടിച്ച് നിന്ന ആളാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോലും യോഗ്യനായിട്ടുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ്. അപ്പൊ ഷൗക്കത്തിന് കാരണം മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനം ഉണ്ടാകുക അല്ലെങ്കിൽ കോൺഗ്രസിനെ വിഴുങ്ങാൻ കഴിവുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ആ സമയത്തും ഈ മണ്ഡലം നിലമ്പൂർ കോൺഗ്രസിന്റെ ഒരു കോട്ടയായി തന്നെ നിലനിന്നിരുന്നു. അതെ, അവിടുത്തെ തേക്ക് പോലെ ഉറച്ച ഒരു കോട്ടയായിട്ട് നിന്നിട്ടുള്ളതാണ്. പക്ഷേ PV അൻവർ അങ്ങോട്ട് ജോയിയാണ് ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ഷൗക്കത്തിന് ചിലപ്പോൾ സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ വലിയ കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും. ഷൗക്കത്ത് ചിലപ്പോൾ രാജിവെച്ച് പുറത്തു പോകും പാർട്ടിയിൽ നിന്ന്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കവിടെ പാലക്കാടൻ മത്സരം കാണേണ്ടി വരും. പാലക്കാട് സരിൻ എവിടെ നിന്നാണ് പോയത്? കോൺഗ്രസിൽ നിന്നല്ലേ. ഡോക്ടർ സരിൻ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ CPM രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് കൊണ്ടുപോയി നിർത്തി. പ്രത്യേകിച്ച് ഇത്തരം ആളുകളെ വലിയ രീതിയിൽ പുകഴ്ത്തി സ്വീകരിക്കാൻ പറ്റിയ ഒരാളും ഉണ്ടല്ലോ, ബാലനുണ്ട്. ബാലൻ ആരെ പുകഴ്ത്താമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ നടക്കുന്നത്. സരിനെ ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് ശശി തരൂരിനുണ്ടായിരുന്നു. പക്ഷേ ആ പാലക്കാടുണ്ടായ ഒരു അവർക്ക് ഏറ്റ കനത്ത പരാജയം ഇവിടെയും മനസ്സിലാക്കിയിട്ട് ഷൗക്കത്തിന് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കാതിരുന്നാൽ കൊള്ളാം. അല്ലെന്നുണ്ടെങ്കിൽ അതൊരു എനിക്ക് തോന്നുന്നു വലിയ പരാജയമായി കരുതുന്നില്ല. അതിന് മുൻപ് തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്, വോട്ട് വർധനവുണ്ടായിരുന്നു. ഒരു 10,000-2,000 വോട്ട് തന്നെ കൂടുതൽ നേടിയിരുന്നെങ്കിൽ 2ാം സ്ഥാനത്ത് വരായിരുന്നു. BJP കടന്ന് 2ാം സ്ഥാനത്ത് വരാൻ കഴിയും. ഈ 2021 PV അൻവറിന് അവിടെ 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ഉണ്ടായിരുന്നുള്ളൂ. 2016 PV അൻവർ അവിടെ മത്സരിക്കുന്നത് CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. 21 വന്നപ്പോൾ 2700 വോട്ട് ഭൂരിപക്ഷം. പക്ഷേ എന്തായാലും അൻവറിൻ്റെ പോക്കറ്റിൽ ഒരു 20,000 വോട്ടോളം ഉണ്ട്. ഒരു 20% ക്രൈസ്തവരും ആ മണ്ഡലത്തിലുണ്ട്. അവിടെ 5 പഞ്ചായത്തുകൾ UDFിൻ്റെ കയ്യിലാണ്. 2 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും LDFിൻ്റെ കൈവശവുമാണുള്ളത്. അപ്പോൾ UDF ഇത്തരത്തിലാണ് അവരുടെ ഒരു വിജയാവകാശം ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അൻവറിൻ്റെ വോട്ടൊക്കെ തന്നെ അൻവറിനുള്ള ഒരു സ്വാധീനം ഇപ്പോൾ വളരെ വലുതാണ്. നമ്മൾ അൻവർ രാജിവെച്ച് കഴിഞ്ഞ് അവിടെ നടത്തിയ പൊതുയോഗത്തിലൊക്കെയുള്ള ഒരു ജനക്കൂട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. അൻവർ പക്ഷേ ഈ അൻവറിലൂടെ ഇവിടെ UDFിൻ്റെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് LDFിന് വലിയ കനത്ത ക്ഷീണമാണ്. പാർട്ടി 1 മാസം മുമ്പ് തന്നെ M സ്വരാജിനെ അവിടെ ഇറക്കിയിരിക്കുകയാണ്, കാര്യങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ജോയിയെ അവിടെ UDF ഇറക്കിയില്ലെന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. ഷൗക്കത്ത് ഇപ്പോൾ കളഞ്ഞിട്ട് പോയാലും ജോയിയെ മത്സരിപ്പിക്കാമെന്നുള്ള മത്സരിപ്പിച്ചില്ല, ഷൗക്കത്തിനാണ് സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. ജോയിക്ക് സീറ്റ് നിഷേധിച്ചു കഴിഞ്ഞാൽ ജോയി അവിടുത്തെ DCC പ്രസിഡൻ്റാണ്. അവിടെ ക്രൈസ്തവ വിഭാഗത്തെ അവഗണിച്ചു എന്നുള്ളതും വരും. ക്രൈസ്തവർ ഉണ്ട്, 20% ഉണ്ട്
കുടിയേറ്റ മേഖല കൂടിയാണല്ലോ. അല്ല, കുടിയേറ്റ മേഖലയിലുള്ളവർ പലപ്പോഴും UDF പിന്നിലല്ലേ അണിനിരക്കുന്നത്. അതെ, അത് ഈ ജോയിക്ക് സീറ്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചടി ഉണ്ടാകത്തില്ലേ? കാരണം ക്രൈസ്തവരെ അകറ്റുന്നു എന്ന് UDF കുറിച്ച് പൊതുവെ, കോൺഗ്രസിനെ കുറിച്ച് പൊതുവെ പരാതിയുണ്ട്. ഈ സമീപ സമയത്ത് തന്നെ നോക്കുക, ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ ക്രൈസ്തവര് BJPയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് മിക്കവാറും ജോയിക്ക് തന്നെ അതിനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഷൗക്കത്തിനെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കും. ഷൗക്കത്തിനോട് അൻവറിന് അത്ര യോജിപ്പില്ല. പിന്നെ ലീഗ് ഇതിനകത്തൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ലീഗ് അവിടെ നിർണായക ശക്തിയുമാണ്. ലീഗ് അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം എന്തായാലും അത് ലീഗിനുള്ള സീറ്റുമല്ല, അത് പണ്ടേ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച സീറ്റ് കൂടിയാണ്. പക്ഷേ CPM ഒക്കെ വിജയിച്ചിട്ടുണ്ട്. 2016 മുമ്പും വിജയിച്ചിട്ടുണ്ട്. 2016 വന്നപ്പോൾ CPM സ്വതന്ത്രനാണല്ലോ ജയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് അവിടെ ചില നീക്കങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അത് UDF വിജയമുണ്ടായി കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ അംഗീകാരം നേട്ടമായിട്ടെടുക്കാം. പക്ഷേ LDF CPM പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഇതൊരു അവസാന സെമി ഫൈനലാണ്. അതെ. പിന്നെ BJPയുടെ സ്ഥിതി എന്താണെന്ന് ചോദിക്കും. BJP അത്ര പ്രതീക്ഷയൊന്നും അവിടെ വെച്ച് പുലർത്തുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് പറ്റിയ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കും. അതായിരിക്കും. അല്ലാതെ അതിനപ്പുറം ഒന്നും BJPക്ക് അവിടെ ഒന്നും നേട്ടം ഉണ്ടാക്കാൻ കഴിയത്തില്ല. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചാൽ അതൊരു നേട്ടമായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ദിശാമാറ്റം തന്നെ കാണിക്കും. അൻവറിന് വിജയം ഉണ്ടായേ പറ്റുകയുള്ളൂ. അവിടെ അൻവർ അല്ല നിൽക്കുന്നത്. അത് UDF സ്ഥാനാർത്ഥിയുടെ വിജയം അൻവറിൻ്റെ വിജയമായിരിക്കും. കാരണം പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അൻവർ CPM നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നമുക്കറിയാം എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലേ. ADGP അജിത് കുമാറിൻ്റെ നേരെ, പിണറായിക്ക് നേരെ AKI സെൻറ്ററിൽ പോകുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു. ആകെ വലിയൊരു രാഷ്ട്രീയ ചലനം ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ഒടുവിൽ അൻവർ സ്റ്റാലിനെ കാണുന്നു അല്ലേ, DMK ചേരാൻ. അതെല്ലാം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് തൃണമൂലിലേക്ക് പോകുന്നത്. അപ്പോൾ അൻവർ ഇവിടെ UDF ഒരു സ്ഥാനാർത്ഥി വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അൻവറിന് നേട്ടം. അത് തൃണമൂൽ എന്ന് പറയുന്ന സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ടോടു കൂടിയാണ് വിജയിച്ചത് എന്നുള്ള ഒരു അവകാശം ഉന്നയിക്കാം. അല്ല, പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കേണ്ടി വരും. പിന്നെ വലിയ കച്ചവടക്കാരനല്ലേ. UDF ഏതെങ്കിലും തരത്തിലൊക്കെ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യും. കാരണം അത് ഏതെങ്കിലും രീതിയിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നും ആഗ്രഹം കാണും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസ് കാണുമെന്ന് സംശയം. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ UDF കോൺഗ്രസിൻ്റെ ഒരു വിജയമായിട്ട് എടുക്കാൻ കഴിയില്ല. അവിടെ വിജയിക്കുകയാണെങ്കിൽ അത് അൻവറിൻ്റെ ഒരു വിജയമായിട്ട് കാണേണ്ടി വരും. അൻവർ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രണ്ട് കാര്യം വ്യക്തമാകും. അതിനകത്ത് നിന്ന് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ളത് നിലമ്പൂരിൽ തെളിയും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.